ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള വായന 41-ാം അധ്യായം 51-ാമത്തെ തിരുവചനം. എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസെ എന്ന് വിളിച്ചു. എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പൂർവ്വപിതാവായ ജോസഫ് തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസെ എന്ന് പേര് വിളിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മൾ പലപ്പോഴും പാലിക്കേണ്ട ഒരു നന്മയാണ് ഈ മനാസെ എന്ന് പറയുന്ന കാര്യം. നിങ്ങളുടെ ജീവിത പങ്കാളി മറക്കാൻ ആഗ്രഹിക്കുന്ന ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, അവരുടെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ, ചില ബന്ധങ്ങൾ മറക്കാൻ നിങ്ങൾ അനുവദിക്കണം. പല കുടുംബജീവിതത്തിലും ആളുകൾ എന്തു ചെയ്യും? ആ വാക്കുകൾ പറഞ്ഞ്, ആ പ്രവൃത്തികൾ പറഞ്ഞ്, ആ ബന്ധങ്ങൾ പറഞ്ഞ് എപ്പോഴും ജീവിത പങ്കാളിയെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ പല കുടുംബജീവിതത്തിലുമുണ്ട്. ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവർ ഇത് പറഞ്ഞുകൊണ്ട് ജീവിത പങ്കാളിയുടെ മനഃശാന്തി നശിപ്പിച്ച് കളയും, അത് സന്തോഷിക്കുകയും ചെയ്യുന്ന പല ആളുകളുണ്ട്. നമ്മുടെ ജീവിത പങ്കാളി മറക്കാൻ ആഗ്രഹിക്കുന്ന ചില വാക്കുകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തരുത്. ചില സംഭവങ്ങൾ, ചില പ്രവൃത്തികൾ, ചില ബന്ധങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങളത് സന്തോഷിക്കരുത്. കഴിഞ്ഞ ദിവസം ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരു ഫാമിലി കൗൺസിൽ വന്ന ഒരമ്മച്ചി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അവർ വീട്ടിലേക്ക് പുതിയൊരു മരുമകൾ വന്നു. അവർക്ക് വീട്ടുപണിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ അമ്മ പലപ്പോഴും പറഞ്ഞു കൊടുക്കും, സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ വീട്ടിലെ അമ്മായിപ്പൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടി വീടിൻ്റെ ഉമ്മറത്തിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു. ഈ അമ്മായിപ്പൻ മരുമകളോട് പറഞ്ഞു, നിനക്ക് അടുക്കളയിൽ പോയി അമ്മയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സഹായിക്കത്തില്ലായിരുന്നു. ഈ വാക്ക് കേട്ട് പെട്ടെന്ന് ഈ മരുമകൾക്ക് ഒരു ആന്തരികമായ മുറിവുണ്ടാകാൻ തുടങ്ങി. ഈ വാക്കിൻ്റെ പേരിൽ ആ പെൺകുട്ടി ആ കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ആ വർഷങ്ങൾ കഴിഞ്ഞു. ആ അമ്മായിപ്പൻ രോഗശയ്യയിലേക്കായിരുന്നപ്പോഴും ഈ പെൺകുട്ടി ഈ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ മുറിപ്പെടുത്തുമായിരുന്നു. പണ്ട് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? അദ്ദേഹം മരിച്ചു ഒരു 5 വർഷം കഴിഞ്ഞു. അമ്മച്ചി കൗൺസിലിംഗ് വന്നപ്പോൾ പറയാ, ഇപ്പോൾ പോലും ആ പെൺകുട്ടി ഈ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും മുറിപ്പെടുത്തുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ കുടുംബത്തിലെ ചില ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങൾ പറഞ്ഞ്, മറക്കാൻ ആഗ്രഹിക്കുന്ന ചില വാക്കുകൾ പറഞ്ഞ്, ചില ബന്ധങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവരെ മുറിപ്പെടുത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരു കുടുംബത്തിലെ ഒരു കുടുംബസ്വത്തിനെ കുറിച്ച് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിലെല്ലാവരും ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുത്തു എങ്ങനെ സ്വത്ത് വിഭജിക്കാമെന്ന്. പക്ഷെ ആ കുടുംബത്തിലെ 2ാമത്തെ മകൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് നല്ല സ്കൂൾ തന്നിട്ടില്ല, എനിക്ക് നല്ല വസ്ത്രങ്ങൾ തന്നിട്ടില്ല, ഞാൻ ചേട്ടൻ്റെ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ ആ തീരുമാനത്തെ മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ കുടുംബത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഇയാൾ അപഹരിക്കാൻ വേണ്ടി തുടങ്ങി. ചില ആളുകൾ എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ മറ്റുള്ളവരെ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികളും ചില വാക്കുകളും ചില ബന്ധങ്ങളും പറഞ്ഞ് ചില ആളുകൾ ആ കുടുംബത്തിൻ്റെ സമ്പത്തും നന്മയുമൊക്കെ കാർന്നെടുക്കാൻ വേണ്ടി തുടങ്ങും. നമ്മൾ പൂച്ച എലി പിടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? പൂച്ച എന്ത് ചെയ്യും? എലിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു അർത്ഥപ്രാണനാക്കിയിട്ട് അവിടെ ഇടും. അപ്പം എലി വിചാരിക്കും പൂച്ച തന്നെ മറന്നു എന്ന് പറഞ്ഞ് ഇത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും പൂച്ച ഈ എലിക്ക് 2 തല്ല് കൊടുത്തിട്ട് പിടിച്ച് വീണ്ടും ഇതിൻ്റെ മുമ്പിലിടും. ഇങ്ങനെ ഇതിനെ മുറിപ്പെടുത്തിക്കൊണ്ട് ഇതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൂച്ച. ഇതുപോലെയാണ് ചില കുടുംബങ്ങളിൽ ചില ജീവിത പങ്കാളികൾ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ ചില വാക്കുകൾ പറഞ്ഞ്, അവരുടെ ചില പ്രവർത്തികൾ പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ചില ബന്ധങ്ങളും ചില പോരായ്മകളും പറഞ്ഞ് ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനത്തെ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം തകരാൻ വേണ്ടി തുടങ്ങും.
നിങ്ങൾ അങ്ങനെ മുറിപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബോധപൂർവം നിങ്ങൾ ഈ പ്രവൃത്തി തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോധപൂർവം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിക്കണം. അതിൽ നിന്നൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി പഠിക്കണം. ജോസഫ് എന്താ ചെയ്തത്? തന്നെ ദ്രോഹിച്ച സഹോദരന്മാരെ, തന്നെ കിണറ്റി തള്ളിയിട്ട സഹോദരന്മാരോട് വിദ്വേഷവും പകയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജോസഫ് പരിശ്രമിച്ചു. അതിന് ജോസഫ് എന്ത് ചെയ്തു? തൻ്റെ പുത്രന് മനാസെ എന്ന് പേരിട്ടു. ദൈവം എല്ലാം മറക്കാനിടയാക്കി. പിന്നീട് സഹോദരന്മാരെ കണ്ടപ്പോൾ ജോസഫ് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതല്ല, മറിച്ച് ദൈവം വിൽപ്പിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ ജോസഫിന് കിട്ടിയതുപോലെ ഒരു സൗഖ്യം നമുക്ക് കിട്ടണം. ചില വാക്കുകളിൽ നിന്നും, ചില പ്രവൃത്തികളിൽ നിന്നും, ചില ബന്ധങ്ങളിൽ നിന്നും. ഇങ്ങനെ സൗഖ്യം നമുക്ക് കിട്ടിയില്ല എന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ആളുകൾ പലപ്പോഴും നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്ന ഒരാളാണ്. പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ പേരിൽ എടുക്കാം. അപ്പോൾ ഭാര്യ പറഞ്ഞു അല്ല, നമുക്ക് കോമൺ ആയിട്ട് 2 പേരുടെയും പേര് ജോയിൻ്റ് ആയിട്ട് എടുക്കാം. ഈ ഒരു സംഭാഷണം ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് പല ദിവസങ്ങളിലും ഭർത്താവ് എന്ത് ചെയ്യും? നിനക്ക് എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഈ ഭാര്യയെ പതുക്കെ ദ്രോഹിക്കാൻ വേണ്ടി വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ വേണ്ടി തുടങ്ങി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനെ ചില പ്രവൃത്തികളുണ്ടെങ്കിൽ, മുറിവേൽപ്പിക്കപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ടെങ്കിൽ പതുക്കെ നമ്മുടെ കുടുംബജീവിതം തകരാൻ വേണ്ടി തുടങ്ങുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ചില വാക്കുകളും ചില പ്രവൃത്തികളും ചില ബന്ധങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രവൃത്തികളും മറക്കാൻ നിങ്ങൾ അനുവദിക്കണം. മനാസെ, അവരുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ മറക്കാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കണം. സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം നമ്മൾ കണ്ണുകളടച്ച് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരാളാണോ? ചില വാക്കുകൾ പറഞ്ഞ്, ചില പ്രവൃത്തികൾ പറഞ്ഞ്, ചില ബന്ധങ്ങൾ പറഞ്ഞ് ഞാൻ അവരെ മുറിപ്പെടുത്തുന്ന ആളുകളാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.